ഹായ്, ഒരു എക്സലന്റ് റിസൾട്ട് കൂടെ വന്നിട്ടുണ്ട്. വിന്റേജ് കോഫിയുടെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. 90% റവന്യൂ ഗ്രോത്തും അതേപോലെ 137% പ്രോഫിറ്റ് ഗ്രോത്തുമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ Q1 100% മുകളിലും അതേപോലെ പ്രോഫിറ്റ് 200% മുകളിലായിരുന്നു ഗ്രോ ചെയ്തിരുന്നത്. ഇവരുടെ ഓവറോൾ H1 ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ റവന്യൂ 106%, പ്രോഫിറ്റ് 166% ഗ്രോ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു കമ്പനിയാണ്, 2100 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ചെറിയ കമ്പനിയാണ് വിന്റേജ് കോഫി. അവർ മേക്ക് ചെയ്യുന്ന കോഫി പൗഡറാണ് മേക്ക് ചെയ്യുന്നത്. എക്സ്പോർട്ടാണ് കൂടുതലും ചെയ്യുന്നത്. 85% മുകളിൽ 90%ഓളം അവർ എക്സ്പോർട്ടാണ് ചെയ്യുന്നത്. അറൌണ്ട് 10-15% ഡൊമസ്റ്റിക്കിൽ സെല് ചെയ്യുന്നുള്ളൂ. അവർ ആഫ്രിക്കയിലേക്ക്, അതേപോലെ യൂറോപ്പിലേക്ക്, റഷ്യയിലേക്ക്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലേക്ക്, അതേപോലെ മിഡിൽ ഈസ്റ്റിലേക്ക്, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും അവർ പ്രൊഡക്റ്റ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അവരെ അഗ്രസീവായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് US, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ. US എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോഫി കൺസ്യൂം ചെയ്യുന്ന ഒരു കൺട്രിയാണ്. സോ അവരുടെ പൊട്ടൻഷ്യൽ ഇനിയും ഉണ്ട് ഗ്രോ ചെയ്യാനായിട്ട്. കമ്പനി ഇപ്പോൾ അവരുടെ കപ്പാസിറ്റി മാക്സിമം 100% യൂട്ടിലൈസേഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കപ്പാസിറ്റി എക്സ്ട്രാ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 100% യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൽ അതിന്റെ ക്രൈസിസ് വരില്ല. കാരണം കഴിഞ്ഞ വർഷം 100% യൂസ് ചെയ്യുന്നില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി Q3 Q4 നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ Q4 അവരുടെ കപ്പാസിറ്റി ഇപ്പോൾ 6500 മെട്രിക് ടൺ പെർ ആനുമാണ്. സോ അത് 11,000 മെട്രിക് ടണ്ണിലേക്ക് അവർ കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 4500 മെട്രിക് ടൺ പെർ ആനത്തിന്റെ കമ്പനി ഒരു ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് Q4 വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതേപോലെ ഇവരിപ്പം പ്രീമിയം സെക്ടറിലല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രീമിയത്തിലേക്ക് അവർ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 5000 മെട്രിക് ടണ്ണിന്റെ പുതിയൊരു കപ്പാസിറ്റി അവർ ഗ്രീൻ ഫീൽഡ് ആഡ് ചെയ്യുന്നുണ്ട്. സോ അത് സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ മാർജിൻസ് ഇംപ്രൂവ് ആവും. ഓൾറെഡി ഹൈ ഗ്രോയിങ് ആയിട്ടുള്ള കമ്പനി, ഓപ്പറേറ്റിംഗ് ലിവറേജ് അവർക്ക് കിട്ടുന്നുണ്ട്. അതിന് കൂടി ഇനി മാർജിൻ എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന ഓപ്പറേറ്റിംഗ് ലിവറേജിന് മുകളിൽ വീണ്ടും പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് കമ്പനിയുടെ മുന്നിലുള്ളത്. നല്ല രീതിയിൽ ക്യാപിക്സ് അവർ ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ നമ്മൾ കോഫിയുടെ കാര്യം തന്നെ നോക്കിയാൽ അറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ഒരു കൊമോഡിറ്റിയിൽ 2ാം സ്ഥാനത്താണ് കോഫി ഉള്ളത്. അതേപോലെ ഡ്രിങ്ക് ചെയ്യുന്ന ഡ്രിങ്ക്സിൽ 2ാം സ്ഥാനത്താണ് കോഫി ഉള്ളത്. അതായത് ടീ കഴിഞ്ഞാൽ പിന്നെ കോഫിയാണുള്ളത്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 7.2% ആണ് ഈ ഒരു സെക്ടറിന്റെ ഗ്രോത്ത് പറയുന്നത് അടുത്തൊരു 3-4 വർഷത്തേക്ക്. സോ ആ സെക്ടറിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് വിന്റേജ് കോഫി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവരുടെ വാല്യുവേഷൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം PE പറ്റി സംസാരിച്ച ആ കാര്യം ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് നോക്കിയാൽ കമ്പനിയുടെ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ 43-44 ആയിരുന്നു PE റേഷ്യോ. ആ സമയത്ത് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് TTM-ൽ, അതായത് ലാസ്റ്റ് 1 ഇയറിൽ 50 കോടി രൂപയായിരുന്നു അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ആ സമയത്ത് 43 ഉണ്ടായിരുന്ന PE റേഷ്യോ റിസൾട്ട് വന്ന ഉടനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നേരെ 35-36ലേക്ക് കുറഞ്ഞു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് കൂടുതലാണ്. കഴിഞ്ഞ Q1 7.5 കോടിയായിരുന്നു അവരുടെ പ്രോഫിറ്റ്. ഈ Q1 ആയപ്പോഴത്തേക്കും കഴിഞ്ഞ Q2 7.5 കോടിയായിരുന്നു. സോ ഈ Q2 ആയപ്പോഴത്തേക്കും അവരുടെ പ്രോഫിറ്റ് 18 കോടിയായി. സോ അതിവിടെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം 10 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? അവരുടെ PE റേഷ്യോ ഡയറക്റ്റ് ആയിട്ട് 43 കുറഞ്ഞ് 35-36 എത്തി. കമ്പനിയുടെ നോർമലി H2 എന്ന് പറയുന്നത് H1 കഴിഞ്ഞ് ബെറ്റർ ആണ് നോർമലി എല്ലാ വർഷങ്ങളിലും. സോ ഈ വർഷം ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ പോലും നമ്മളിപ്പം കമ്പനി ഗ്രോ ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ല, പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്ന 166% H1. നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. ഒരു 100% ഗ്രോത്ത് എടുത്താൽ പോലും ഇവരുടെ പ്രോഫിറ്റ് 85-90 കോടി ഈ ഫിനാൻഷ്യൽ ഇയർ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വന്നാൽ ഇവരുടെ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ 20-25 ഇടയ്ക്ക് വരാനുള്ള സാധ്യതയാണുള്ളത്. അതായത് 100% മുകളിൽ ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി 20-25 PE-ലാണ് അവൈലബിൾ ആകാൻ പോകുന്നത്. സോ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ നിങ്ങൾ തന്നെ സ്റ്റഡി ചെയ്യുക. കാരണം ചെറിയൊരു കമ്പനിയാണ്, മാനേജ്മെന്റ് അങ്ങനെ മീറ്റിങ്ങുകളൊന്നും നടത്താറില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസ്ക് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.